ഒബ്സഷൻ എന്നുള്ളൊരു പടമുണ്ട്. എല്ലാവരും കണ്ടോന്ന് എനിക്കറിയില്ല. ബട്ട് ഡെഫിനറ്റ്ലി കിട്ടിലൻ വാച്ചാണ്. ഈ വർഷം ഇറങ്ങിയതിൽ മസ്റ്റ് വാച്ച് എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പടം ഒബ്സഷനാണ്. ഹൊറർ കാറ്റഗറിയിൽ വരുന്നൊരു പടമാണ്. പടത്തിന് ഒരുപാട് ലെയറുണ്ട്. ഐ മീൻ പടത്തിൻ്റെ അകത്ത് ഈ ഒരു നായികയോടുള്ള ഒബ്സഷൻ, നായികയ്ക്ക് നായകനോടുള്ള ഭയങ്കരമായിട്ടുള്ള ഒബ്സഷൻ, ഇങ്ങനെ എല്ലായിടത്തും ഭയങ്കര പ്രണയം, ഇങ്ങനെ എല്ലാം കുറച്ച് ഹൈ ആണ് ഈ പടത്തിൻ്റെ അത്. ഒത്തിരി നല്ല സീനുകളുണ്ട് ഇതിൻ്റെ അകത്ത്. പർട്ടിക്കുലർലി പറയുകയാണെന്നുണ്ടെങ്കിൽ വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒത്തിരി സീനുകളുണ്ട്. പക്ഷേ അതിനെക്കുറിച്ചൊക്കെ പറയുന്നതിന് മുമ്പായിട്ട് ബേസിക്കായിട്ടുള്ള പടത്തിൻ്റെ പ്ലോട്ട് ഭയങ്കര സിമ്പിളാണ്. ഒരു വിഷ്, നമുക്ക് നോർമലി പഴയ സിനിമകളൊക്കെ കണ്ടിട്ടുള്ള പോലെ ജീനിയോട് ഒരു വിഷ് ചോദിക്കില്ലേ, അതുപോലെ ഇതിൽ നായകനൊരു വിഷ് ചോദിക്കാനായിട്ട് അവസരം കിട്ടുവാണ്. അപ്പോൾ പുള്ളി ചോദിക്കുന്ന വിഷ് തൻ്റെ ക്രഷിന് തന്നോട് ഇഷ്ടം തോന്നണം എന്നുള്ളൊരു വിഷാണ്. ആ വിഷ് റിയലായിട്ട് വരുമ്പോൾ, അതൊരു റിയാലിറ്റി ആകുമ്പോൾ പുള്ളിക്ക് സഹിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളൊക്കെയാണ് പടത്തിൻ്റെ അത് കാണിക്കുന്നത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. അതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഒത്തിരി ഹൊറർ സീനുകളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ വിചാരിക്കും ടിപ്പിക്കലി ഉള്ള ഹൊറർ സീനുകളുണ്ടല്ലോ, ജമ്പ് സ്കെയർ, പാതിരാത്രിയിൽ ഒളിച്ചിരുന്നിട്ട് പെട്ടെന്ന് ചാടിയിട്ടുള്ള പരിപാടികൾ, അങ്ങനത്തെ പരിപാടി ഒന്നും ഇതിൻ്റെ അകത്തില്ല. മറിച്ച് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എസ്തെറ്റിക് ആയിട്ടുള്ള ഹൊറർ സീനുകളാണ്. കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ആ രീതിയിൽ നായികയ്ക്ക് ഭയങ്കരമായിട്ട് പ്രാധാന്യമുണ്ട് ഈ പടത്തിൻ്റെ അകത്ത്. ഇന്ത്യ നവരത്തെ പുള്ളിക്കാരത്തി ചെയ്തു വെച്ചിട്ടുള്ള റോള് ഭയങ്കര ഐക്കോണിക്കായിട്ട് തന്നെയാണ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് വരുന്നത്. അതിൽ പുള്ളിക്കാരത്തിക്ക് ആ ഒരു ഡിമോണിക്കായിട്ടുള്ള ഒരു പൊസഷൻ ടൈപ്പ് ഓഫ് സാധനം, ഈവിള് മേത്തേക്ക് കയറുമ്പോൾ ഉള്ള സംഭവങ്ങൾ കാണിക്കുന്നുണ്ട്. പക്ഷേ അതൊരിക്കലും എന്താ പറയുക, പഴയ ടിപ്പിക്കൽ ഹൊറർ ടൈപ്പ് സാധനമൊന്നുമല്ല. നമ്മളൊരുപാട് സിനിമകളിൽ കണ്ടിട്ടുണ്ട് ആ ഒരു ടൈപ്പ് ഓഫ് എന്താ പറയുക, മേത്തേക്ക് പ്രേതബാധ കയറിയിട്ടുള്ള സാധനം. പക്ഷെ ഇതങ്ങനെയല്ല. പ്രേതബാധ കയറി എന്നുള്ളൊരു സെറ്റപ്പല്ല. ത്രൂ ഔട്ട് ദ സിനിമ പുള്ളിക്കാരത്തി അങ്ങനെ തന്നെയാണ്. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു കിടിലൻ കോൺസെപ്ച്വലായിട്ടുള്ള ഒരു ഹൈലൈറ്റ്. കാരണം പ്രേതം കയറിയിട്ട് നമ്മൾ പേടിക്കുന്നതും ഫുൾ ടൈം ഒരാൾ ആ ഒരു ഡബിൾ മോഡിലിരിക്കുന്നത് തമ്മിലൊരു വ്യത്യാസമുണ്ട്. ആ ഒരു വ്യത്യാസം ക്ലിയർ കട്ടായിട്ട് ഈ ഒരു പടത്തിൻ്റെ അകത്തോടെ കാണിക്കുകയാണ്. ശരിക്കും ഡയറക്ടർ ബ്രില്യൻസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന കുറേ സാധനങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അതിൻ്റെ കൺസെപ്റ്റ് വെച്ചിട്ട് നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. ക്ലിയറായിട്ട് നമുക്ക് മനസ്സിലാവും. നായകൻ ഒരുപാട് റോളൊന്നും ഇല്ല ഇതിൻ്റെ അകത്ത്. നായകൻ ശരിക്കും സൈഡാണ് ഇതിൻ്റെ അകത്ത്. ഓക്കെ, നായികയാണ് ഫുൾ ഡോമിനേറ്റ്. നായികയുടേതായിട്ട് ഒത്തിരി പർട്ടിക്കുലർ സീൻസ് ഉണ്ട്, ഇൻക്ലൂഡിങ് ഡിന്നർ സീന്. പിന്നെ ഇവരെല്ലാവരും കൂടെ ഗെയിം കളിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. ഭയങ്കര സെറ്റപ്പാണ്. പിന്നെ ആ ഒരു സീൻ കണ്ടോണ്ടിരിക്കുമ്പോൾ നമ്മൾ നെക്സ്റ്റ് വാട്ട് കംസ് നെക്സ്റ്റ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നായിക ടിപ്പിക്കലായിട്ടുള്ള നായികയുടെ കുറേ സാധനങ്ങൾ അങ്ങോട്ടിടും. അമ്മാതിരി കുറേ ഐറ്റംസാണ് ഈ പടത്തിൻ്റെ അകത്ത് ത്രൂ ഔട്ടുള്ളത്. ഐ തിങ്ക് ക്രൂവലായിട്ടുള്ള ഭയങ്കര ബ്രൂട്ടലായിട്ടുള്ള സീനുകളുണ്ട് ഇതിൻ്റെ അകത്ത്. ഡെഫിനറ്റ്ലി അറ്റ് ദ എൻഡിലേക്ക് വരുമ്പോഴത്തേനും വളരെ ബ്രൂട്ടലായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ പോകും പടം. പക്ഷെ ഒരിടത്തും ആ ഒരു ലെവല് എന്താ പറയുക, ടിപ്പിക്കൽ ഹൊറർ കാറ്റഗറി എന്നുള്ള രീതിയിലേക്ക് ഒരിക്കലും പടം പോകുന്നില്ല. ഒബ്സഷൻ മീൻസ് ഒബ്സഷൻ്റേതായ ഒരു കാറ്റഗറിയിൽ നിൽക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് പടമാണ്. പടം ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് കറി ബർക്കനാണ്. കറി ബർക്കറിൻ്റെ ഒരു യൂട്യൂബറാണ് പുള്ളി ആ ഒരു ഈ ടൈപ്പ് ഓഫ് കാറ്റഗറി ഓഫ് സിനിമകളൊക്കെ നിർമ്മിച്ച് ഷോർട്ട് ഫിലിംസൊക്കെ എടുത്തിട്ട് അതിന് ശേഷമാണ് ഈ ഒരു പടം ഇറക്കുന്നത്. അപ്പോൾ പുള്ളിയുടേതായിട്ടുള്ള ഒരു ടച്ച് പടത്തിൻ്റെ അകത്ത് ഉണ്ട് ത്രൂ ഔട്ട്. പിന്നെ മോഡേൺ കാലഘട്ടത്തിൽ ആളുകൾ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ ഡേറ്റിങ്ങിൽ, അല്ലെങ്കിൽ യുവാക്കന്മാരൊക്കെ അനുഭവിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ പറയാതെ പറയുന്നുണ്ട് ഇൻഡയറക്റ്റായിട്ട്. ചിലർക്കൊക്കെ അത് കാണുമ്പോൾ കൊള്ളും. പക്ഷെ അമ്മാതിരി കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ബട്ട് വെരി ഇൻട്രസ്റ്റിംഗ്ലി മെയ്ഡായിട്ടുള്ള പടം കൊണ്ടോണ്ടിരിക്കുമ്പോൾ നമ്മൾ തുടക്കം കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും കാര്യമായിട്ടെന്തോ വരാനുണ്ടെന്ന്. അങ്ങനെ പോയി മൊത്തം ഒരു 2 മണിക്കൂർ തീരുമ്പോഴത്തേനും നമ്മൾ ആ ഒരു ക്ലൈമാക്സ് എത്തുമ്പോഴും ആ ഒരു അറ്റ്മോസ്റ്റ് സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ടാണ് നമ്മൾ എഴുന്നേൽക്കുക. ഓക്കെ, ഒരു പടം കൊണ്ടുവന്ന് കഥയൊക്കെ പറഞ്ഞ് അവസാനം ഒരു നല്ല രീതിയിലേക്ക് ക്ലൈമാക്സ് എങ്ങനെ എൻഡ് ചെയ്യിക്കാം എന്ന് പുള്ളി ഈ ഒരു സിനിമയിലൂടെ ശരിക്കും ലിറ്ററലി കാണിച്ചു തന്നിട്ടുണ്ട്. ഏതൊരു തരത്തിൽ നോക്കിയാലും ഒത്തിരി ക്യാമറ മൂവ്മെൻറ്റ്സ് വെച്ചിട്ടുള്ള പരിപാടികളുണ്ട്. റിവേഴ്സ് ഗിയറിൽ സഞ്ചരിക്കുന്ന രീതിയിലുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പഴയ ക്വെൻ്റൻ ടാറാന്റീനോയുടെ പടത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു ടൈപ്പ് സാധനങ്ങളുണ്ട്. പിന്നെ വളരെ നല്ല രീതിയിൽ
കഥ വെച്ചിട്ടുള്ള പരിപാടികളുമുണ്ട്. അങ്ങനെ ആകെ മൊത്തം ഈ വർഷം ഇറങ്ങിയാൽ ഒരു മസ്റ്റ് വാച്ച്, ഉറപ്പായിട്ടും വർത്ത് വാച്ചായിട്ടുള്ള ഒരു പടമാണ് പറഞ്ഞ ഒബ്സഷൻ.